പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇസ്രയേലിൽ. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ മോദിക്ക് സ്വീകരണം. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിലേക്ക് തിരിച്ചത്. മോദിക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായി മോദി പ്രത്യേക ചർച്ചയും നടത്തും. 9 വർഷത്തിനിടെ 2ാം തവണയാണ് പ്രധാനമന്ത്രി ഇസ്രയേലിലെത്തുന്നത്. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ഇസ്രയേൽ പാർലമെന്റിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. നെതന്യാഹുമായുള്ള ഭിന്നത കാരണം പ്രതിപക്ഷം മോദിയുടെ പ്രസംഗം ബഹിഷ്കരിച്ചേക്കുമെന്നാണ് വിവരം. നെതന്യാഹുവിനോടൊപ്പം ജെറുസലേമിലെ മറ്റൊരു പരിപാടിയിലും മോദി പങ്കെടുക്കുന്നുണ്ട്. ശേഷം ഹോളോകാസ്റ്റ് സ്മാരകമായ യാദ് വാഷം സന്ദർശിക്കും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ചർച്ചകൾ നാളെ നടക്കും. സൈനിക വ്യാപാര മേഖലകളിലെ സഹകരണത്തിനുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. ഇസ്രയേൽ സേനയുടെ കരുത്തായ അയൺ ഡോം വാങ്ങുന്നതിനുള്ള പദ്ധതിയിലും ഇന്ത്യ പങ്കാളിയാവും. ദീർഘദൂര മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ ആരോ, മധ്യദൂര മിസൈൽ പ്രതിരോധത്തിനുള്ള ഡേവിഡ് സ്ലിംഗ് എന്നിവയും ഇന്ത്യ വാങ്ങിയേക്കും. മോദിയുടേത് ചരിത്ര സന്ദർശനമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ പ്രാദേശിക സഹകരണം വരെയുള്ള വിഷയങ്ങളിലെ പങ്കാളിത്തം പുതിയ തലത്തിലേക്ക് എത്തുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.